ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ഫോണായ സോണി എക്സ്പീരിയ 10 മാർക്ക് 6 പറ്റിയാണ്. ഈ ജൂൺ മാസം 8 തീയതിയാണ് ഇന്ത്യയിൽ സോണിയുടെ എക്സ്പീരിയ 10 മാർക്ക് 6 ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഫോണിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോണി ഈ ഫോണിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം 5000 mAh ബാറ്ററിയെ പറ്റിയാണ്. 2 ദിവസം ബാറ്ററി ലൈഫ് നൽകുന്ന മികച്ച ബാറ്ററിയാണ് സോണി ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 5000 mAh ബാറ്ററി വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. സോണി ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് ഒറിജിനൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയ ഒരു പ്രൊഡക്റ്റായിട്ടാണ് സോണിയുടെ ഫോണിനെ സോണി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാക്കേജിങ്ങും എൻവയറമെൻ്റലി ഫ്രണ്ട്ലി ആയ പാക്കേജിംഗ് ആണ് ഈ ഫോണിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.1 ഇഞ്ചുള്ള ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. മികച്ച ബ്രൈറ്റ്നസ് ഉള്ള മികച്ച ഡിസ്പ്ലേ ആണിത്. 60 Hz റീഫ്രഷ് റേറ്റ് തുടങ്ങി 120 Hz ടച്ച് സ്കാനിങ് റേറ്റോട് കൂടിയ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോണി എക്സ്പീരിയ 10 മാർക്ക് 6 മികച്ച വലിയ ഡിസ്പ്ലേ 21:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേയിൽ മൾട്ടി വിൻഡോ യൂസബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 2 വിൻഡോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 48 MB ക്യാമറയാണ് റെയർ ക്യാമറയായി വരുന്നത്. അതോടൊപ്പം തന്നെ 8 MB അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറയായി 8 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ക്യാമറ ഷൂട്ടിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ AI ടെക്നോളജിയുടെ സഹായം ഈ ഫോണിലുണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളെടുക്കുന്ന ഫോട്ടോ എടുക്കാൻ പോകുന്നതിൻ്റെ കണ്ടീഷൻ, സബ്ജക്റ്റ് അവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഐഡിയൽ സെറ്റിങ്ങിലേക്ക് ഫോൺ മാറുകയും ഏറ്റവും മികച്ച ഫോട്ടോ എടുക്കുവാൻ ഈ AI സാങ്കേതിക സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ക്യാമറ ആപ്പ് ഉപയോഗിച്ച് വേഗത്തിൽ തന്നെ മെനുവിൽ നമുക്ക് ആവശ്യമായ വ്യത്യാസങ്ങൾ വരുത്തുവാനുള്ള സൗകര്യവും ഉണ്ട്. സെൽഫി എടുക്കുമ്പോഴും മികച്ച സെൽഫി എടുക്കുവാൻ ഡിസ്പ്ലേ ഫ്ലാഷ് ഉപയോഗിച്ച് വേഗത്തിൽ എടുക്കുവാൻ സൗകര്യവും ഈ ഫോണിലുണ്ട്. സെൽഫി വേഗത്തിൽ എടുക്കുവാൻ നമ്മുടെ പാം ക്യാമറയുടെ നേരെ നിവർത്തി പിടിച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി 2 സെക്കൻഡിനുള്ളിൽ സെൽഫി ടൈമർ ഓൺ ആകുകയും സെൽഫി എടുക്കുകയും ചെയ്യും. മികച്ച സെൽഫി നമുക്കെടുക്കാൻ ഇങ്ങനെ സാധിക്കും. ഇനി അതിലും മികച്ച ഒരു സൗകര്യമുള്ളത് വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ സെലക്ട് ചെയ്ത് മികച്ച മ്യൂസിക്കും വീഡിയോ ഡ്യൂറേഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മികച്ച ഇൻഫ്ലുവൻസ് ലെവൽ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുവാൻ ഈ ഫോണിൽ സൗകര്യമുണ്ട്. വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് മികച്ച എഡിറ്റിംഗ് ഫെസിലിറ്റിയാണ് ഈ ഫോണിൽ വരുന്നത്. 3 ഡിഫറൻറ്റ് ആംഗിളിലുള്ള മികച്ച ഫോട്ടോ എടുക്കാൻ സോണിയുടെ എക്സ്പീരിയ 10 മാർക്ക് 6 ഉപയോഗിച്ച് സാധിക്കും. അൾട്രാ വൈഡ് ആംഗിളിൽ എടുക്കാൻ കഴിയും, വൈഡ് ആംഗിളിൽ എടുക്കാൻ കഴിയും. കൂടാതെ ടെലിഫോട്ടോ ആംഗിൾ കൂടി എടുത്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഫോട്ടോകൾ നമുക്ക് എടുക്കുവാൻ കഴിയും. കൂടാതെ സോണി എടുത്തു പറയുന്ന അടുത്ത വിശേഷത ഷെയ്ക്ക് ഫ്രീ വീഡിയോ ആണ്. ഫോട്ടോ മാത്രമല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് മികച്ച വീഡിയോ, ഷെയ്ക്ക് ഫ്രീ ആയ വീഡിയോ ഷൂട്ട് ചെയ്യുവാൻ ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായി എടുത്തു പറയേണ്ടത് മ്യൂസിക് കേൾക്കുവാൻ സഹായിക്കുന്ന മികച്ച സൗണ്ടിങ് എക്സ്പീരിയൻസ് തരുന്ന സെറ്റിംഗ് ആണ് ഈ ഫോണിൽ വരുന്നത്. AI ടെക്നോളജി ഉപയോഗിച്ച് മികച്ച മ്യൂസിക് സൗണ്ടാണ് വയർഡോ വയർലെസ് ഹെഡ്ഫോണിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുകൂടാതെ സോണിയുടെ തന്നെ 360 റിയാലിറ്റി ഓഡിയോ എക്സ്പീരിയൻസ് തരുന്ന മികച്ച 360 റിയാലിറ്റി ഓഡിയോ ഫംഗ്ഷനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 360 റിയാലിറ്റി ഓഡിയോ ഉപയോഗിച്ച് 360 ഡിഗ്രിയിൽ സംഗീതം ആസ്വദിക്കുവാൻ ഈ ഫോണിൽ സൗകര്യമുണ്ട്. മ്യൂസിക് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് വയേർഡ് ഹെഡ്ഫോൺ കൊടുക്കാനായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബ്ലൂടൂത്ത് സൗകര്യവും വയർലെസ് ഹെഡ്ഫോൺ ഉപയോഗിക്കുവാനും സാധിക്കും.
മികച്ച മ്യൂസിക് അനുഭവമാണ് ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി ഹെഡ്ഫോൺ ഇല്ലെങ്കിലും മികച്ച സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 2 സ്പീക്കർ ഉപയോഗിച്ച് മികച്ച സ്റ്റീരിയോ സൗണ്ടിൽ, ക്ലിയർ സൗണ്ടിൽ നമുക്ക് സംഗീതം ആസ്വദിക്കുവാൻ ഈ ഫോണിൽ സൗകര്യമുണ്ട്. ലൈറ്റ് വെയ്റ്റായ ഈ ഫോൺ വളരെ ലൈറ്റായ 3 നിറങ്ങളിലാണ് ലഭ്യമാകുന്നത്. ഇതിനെല്ലാത്തിനും പുറമെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് ഡസ്റ്റും വാട്ടറിനെയും ഭയപ്പെടാതെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. അതുകൂടാതെ സോണി എക്സ്പീരിയ 10 Mark 6 ഡിസ്പ്ലേ വരുന്നത് കോർണറിംഗ് ഗൊറില്ല ഗ്ലാസ് ഫിക്സസിന്റെ മികച്ച പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതുകൂടാതെ സോണി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ബാറ്ററി ഹെൽത്ത് ലോങ് ആയി സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചാർജിങ് ടെക്നോളജിയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷത്തിലധികം മികച്ച ഹെൽത്തിയായ ബാറ്ററിയെ ചാർജിങ്ങിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഓവർ ചാർജിങ്ങിനെ ഒഴിവാക്കുന്ന ചാർജിങ് സപ്പോർട്ടിംഗ് ആണ് ഈ ഫോണിലുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ഇയേഴ്സ് ബാറ്ററിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് സോണി വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി മെമ്മറിയും റാമും നോക്കിക്കഴിഞ്ഞാൽ 8GB റാമിന്റെ മികച്ച റാം സൗകര്യമുണ്ട്. കൂടാതെ 128 GB വരെ ഇന്റേണൽ മെമ്മറിയും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇന്റേണൽ മെമ്മറി 1.5 TB വരെ മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുവാനും സൗകര്യമുണ്ട്. ഡുവൽ നാനോ സിം ഇടുവാനുള്ള സൗകര്യമാണ്. നാനോ സിമ്മോ ഈ സിമ്മോ ഉപയോഗിച്ച് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 14 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും 3 ഇയേഴ്സ് അപ്ഗ്രേഡ് OSുമാണ് സോണി വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രോസസ്സർ സൈഡിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 6 Gen 1 മൊബൈൽ പ്ലാറ്റ്ഫോമാണ് പ്രോസസ്സറായി ഈ ഫോണിൽ വരുന്നത്. മികച്ച ഒരു CPU തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷനോട് കൂടിയ മികച്ച ഒരു ഫോണാണ് സോണി എക്സ്പീരിയ 10 Mark 6. ഈ മെയ് മാസം 15-ാം തീയതി ഗ്ലോബൽ ലോഞ്ച് നടന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ജൂൺ 8-ാം തീയതിക്കകം ലോഞ്ചിങ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫോണിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യയിലെ വില ഏകദേശം 38,990 രൂപയായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും 40,000 രൂപയ്ക്കകത്ത് ഈ ഫോൺ ഇന്ത്യയിൽ ലഭിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് മികച്ച മറ്റൊരു ഫോണിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ ബൈ.